Hello friends, നമുക്കപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ പറ്റിയാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പോതലാമസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹൈപ്പോതലാമസിലെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഹോർമോൺസ് ആണ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നത് നോക്കാം. കോർട്ടിക്കോട്രോപിക് റിലീസിംഗ് ഹോർമോൺ. കോർട്ടിക്കോട്രോപിക് എന്ന് പറയുമ്പോൾ അഡ്രിനൽ കോർട്ടക്സ്, അഡ്രിനൽ ഗ്ലാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ്, റിലീസിംഗ് ഹോർമോണാണ് കോർട്ടിക്കോട്രോപിക് റിലീസിംഗ് ഹോർമോൺ. അടുത്ത് ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, മെലനോസൈറ്റ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, തൈറോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ. അപ്പോൾ ഇത്രയും ഹോർമോൺസ് ആണ് മേജറായിട്ട് ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് പോവാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനാണെങ്കിൽ രണ്ട് ലോബ്സ് ഉണ്ട്, ആന്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്. രണ്ട് ലോബുകളിലൂടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഹോർമോൺസ് ക്യാരി ചെയ്യുന്നത്, അതായത് സ്റ്റോർ ചെയ്യുന്നു. ഏതൊക്കെയാണ് ആന്റീരിയർ ലോബിൽ നിന്ന് വരുന്ന ഹോർമോൺസ് നോക്കാം. അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അപ്പോൾ നമുക്കറിയാം ഇത് അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഇനി FSH എന്താണ്? ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറി എടുക്കാം, ഓവറിയിൽ ചെന്ന് ആക്ട് ചെയ്യുന്നു. ഏത്? ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യൂസ് ആവുന്ന ഹോർമോൺസ് ആണ് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. ആക്ട് ചെയ്യുന്ന ഓർഗൻ എവിടെയാണ്? ഓവറി. പിന്നെ GH എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ. LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ലൂട്ടിയല്ലേ, കോർപ്പസ് ലൂട്ടിയ നമ്മുടെ ഫീമെയിൽ ഫെർട്ടിലിറ്റിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ലൂട്ടിയൊക്കെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആ കോർപ്പസ് ലൂട്ടിയത്തിൽ ആക്ട് ചെയ്യുന്നതാണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ഫിഫ്ത്ത് വൺ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് പ്രൊലാക്റ്റിനെ, അതായത് നമ്മുടെ ലാക്ടോജനസിസ് അല്ലേ, ഇതിന് ഡെലിവറിക്ക് ശേഷം നമ്മുടെ പാലുൽപാദനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പിന്നെ സൊമാറ്റോട്രോപിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സൊമാറ്റോട്രോപിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആക്ട് ചെയ്യുന്ന ഓർഗൻ എവിടെയാണ്? തൈറോയിഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ആന്റീരിയർ ലോബ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ലോബ് ഉണ്ട്, ആന്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്. അതിൽ ആന്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ 8 എണ്ണം. ഇനി അടുത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബ് 3 ഹോർമോൺസ് ആണ്. അത് പ്രധാനമായിട്ട് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണ് എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു? ഈ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ADHന്റെ ഫുൾ ഫോം ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിന്റെ ഫംഗ്ഷൻ ഹൈപ്പോതലാമസ് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഈ 3 ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ADHന്റെ ഉൽപാദനം എവിടെ നിന്നാണ്? ഹൈപ്പോതലാമസിൽ നിന്നാണ് വരുന്നത്. അത് ജസ്റ്റ് സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ് പോസ്റ്റീരിയർ ലോബായിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിലുള്ളത്. ഇനി നമുക്കിതിന്റെ ഡിസീസ് കണ്ടീഷൻസ് നോക്കാം. ഓരോ ഹോർമോണും ഓരോ ഓർഗനിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് അല്ലേ. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇപ്പൊ ഇതാണ് എന്ത്? അഡ്രിനൽ ഗ്ലാൻഡ്. രണ്ട് സൈഡുണ്ട്, രണ്ട് കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ്. ഒരു ചെറിയ ഒരു പെയർ ഓഫ് ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. അത് കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നു അല്ലെ. അതാണ് എന്ത്? അഡ്രിനൽ ഗ്ലാൻഡ്. കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡാണ് എന്ത്? അഡ്രിനൽ ഗ്ലാൻഡ്. 2 പെയർസ്, അതായത് 1 പെയർ ആണ്, അതായത് 2 ഗ്ലാൻഡ് ഉണ്ട്. 2 കിഡ്നിയിലും ഓരോ ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അഡ്രിനൽ ഗ്ലാൻഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അഡ്രിനൽ കോർട്ടക്സ് ആൻഡ് അഡ്രിനൽ മെഡുല. അതായത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ പോർഷനെ അഡ്രിനൽ കോർട്ടക്സ് എന്നും അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇന്നർ പോർഷനെ അഡ്രിനൽ മെഡുല എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അഡ്രിനൽ കോർട്ടക്സ്, അതായത് ഔട്ടർ കമ്പോണന്റ് സെക്രീറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആൻഡ് മിനറലോകോർട്ടിക്കോയിഡ്സ്. നമ്മൾ എപ്പോഴും ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന 2 പേരാണ് അല്ലേ.
അഡ്രിനൽ കോർട്ടക്സ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ പെരിഫറി ആയിട്ടുള്ള അഡ്രിനൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് തന്നെയാണ് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് മിനറലോകോർട്ടിക്കോയിഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? കോർട്ടിസോൾ, കോർട്ടിസോൺ, കോർട്ടിക്കോസ്റ്റിറോൺ. ഈ 3 ഹോർമോൺസ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പോൾ നമ്മുടെ BP മെയിൻ്റനൻസിലൊക്കെ ഈ ഒരു ഹോർമോൺ നമ്മളിപ്പോഴും കേൾക്കുന്ന ഒന്നാണ് അല്ലെ, ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ഇത്രയും ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ കോർട്ടക്സ് ആണ്. ഇനി എന്താണ് അഡ്രിനൽ മെഡുല്ലയുടെ ഫംഗ്ഷൻ? കാറ്റക്കോളമൈൻസ് ആണ് അഡ്രിനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ പ്രധാനമായിട്ട് എന്താണ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമായിട്ടാണ് ബന്ധം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആയിട്ടാണ് ഈ അഡ്രിനൽ മെഡുല്ലയ്ക്ക് കണക്ഷൻ കൂടുതലുള്ളത്. അതായത് അഡ്രിനാലിനും നോറഡ്രിനാലിനും സെക്രീറ്റ് ചെയ്യുകയാണ് അഡ്രിനൽ മെഡുല്ലയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. അതായത് അഡ്രിനൽ കോർട്ടക്സിന്റെ പ്രോബ്ലം കൊണ്ട്, അതായത് അഡ്രിനൽ കോർട്ടക്സിലെ ഹോർമോൺസ് ഹൈപ്പോ ആയിട്ട് സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് വളരെ കുറച്ച് സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസാണ് അഡിസൺ ഡിസീസ്, അഡിസൺസ് ഡിസീസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് വരുന്നത് ഈ ഒരു ലേബലിലായിരിക്കും അല്ലേ. അഡിസൺസ് ഡിസീസിന് കാരണം എന്തുകൊണ്ടാണ്, ഏതൊക്കെ ഹോർമോൺസിന്റെ കുറവ് കൊണ്ടാണ് അഡിസൺസ് ഡിസീസ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രിനൽ കോർട്ടക്സിന്റെ ഹോർമോൺസ്, അപ്പോൾ ഇതിൽ ഏത് വേണോ ആവാം, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആവാം, മിനറലോകോർട്ടിക്കോയിഡ്സ് ആവാം. അപ്പോൾ ഏതായാലും അഡ്രിനൽ കോർട്ടക്സിന്റെ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും വരും അല്ലേ. ഇത്രയും ഹോർമോൺസ് ഹൈപ്പോ ആയിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്, അളവ് കുറച്ചാണ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഡിസീസാണ് അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഹൈപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഡിസീസാണ് എന്ത്, കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം അഥവാ കുഷിംഗ് ഡിസീസ്. കുഷിംഗ് സിൻഡ്രോമിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ട്രങ്കൽ ഒബീസിറ്റി ആണ് അല്ലേ. തിന്നായിട്ടുള്ള ആംസ് ആയിരിക്കും, പക്ഷെ ട്രങ്കൽ ഒബീസിറ്റി, അബ്ഡോമനും പിന്നെ ചെസ്റ്റും ഫേസും ഒക്കെ എന്താണ് നല്ല പഫി ആയിരിക്കും. അതാണ് കുഷിംഗ് സിൻഡ്രോത്തിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. എങ്ങനെയാണ് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്നത്? ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കുഷിംഗ് സിൻഡ്രോം ഉണ്ടാകുന്നത്. അഡിസൺ ഡിസീസ് എന്ന് പറയുമ്പോൾ അഡ്രിനൽ കോർട്ടക്സിന്റെ ഹോർമോൺസ് മൊത്തത്തിലൊരു ഹൈപ്പോസെക്രീഷൻ ഫീൽ ചെയ്യും. പക്ഷേ കുഷിംഗ് സിൻഡ്രോത്തിലാണെങ്കിലോ ഇവിടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ അളവ് ഹൈപ്പർ ആകുമ്പോഴാണ്, ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് കുഷിംഗ് സിൻഡ്രോത്തിന് കാരണമാകുന്നത്. ഇനി ഈ മിനറലോകോർട്ടിക്കോയിഡ്സിന് എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. അത് ഒരുപാടായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് എന്താണ്, ക്ലോൺസ് ഡിസീസ്. അപ്പോൾ എന്താണ് കോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ CONN അപ്പോസ്ട്രോഫീസ് ആണ് കോൺസ് ഡിസീസ് കേട്ടോ. അപ്പോൾ മിനറലോകോർട്ടിക്കോയിഡ്സിന്റെ അളവ് എന്താണ് കൂടുമ്പോഴാണ് കോൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ അഡ്രിനൽ കോർട്ടക്സിന്റെ 3 ഡിസീസസ് പഠിച്ചു. അഡിസൺസ് ഡിസീസ്, എൻറ്റയർ അഡ്രിനൽ കോർട്ടക്സിന്റെ ഹോർമോൺസിന് ഹൈപ്പോസെക്രീഷൻ വരുമ്പോഴാണ് അഡിസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. കുഷിംഗ് സിൻഡ്രോം അല്ലെങ്കിൽ കുഷിംഗ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ അളവ് കൂടുമ്പോഴാണ്, ഹൈപ്പർ സെക്രീഷൻ ആണ്. ഇനി കോൺസ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മിനറലോകോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ ആൾഡോസ്റ്റിറോണിന്റെ അളവ് ഹൈപ്പർ ആകുമ്പോഴാണ് കോൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. അത് അല്ലെങ്കിൽ ഹൈപ്പർ ആൾഡോസ്റ്റിറോയിഡ്സ് എന്നും വേറൊരു പേരുണ്ട്. കോൺസ് ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പോ ആൾഡോസ്റ്റിറോയിഡ്സും ഹൈപ്പർ ആൾഡോസ്റ്റിറോയിഡ്സും, ആൾഡോസ്റ്റിറോണിന്റെ അളവ് കൂടുന്നത് കൊണ്ട്. അപ്പോൾ 2 പേരുണ്ട് കേട്ടോ, ഓർമ്മിച്ച് വയ്ക്കുക. ഇനി എന്താണ് അഡ്രിനൽ മെഡുല്ലയുടെ ഫംഗ്ഷൻ? അഡ്രിനൽ മെഡുല്ല നമ്മൾ പറഞ്ഞു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമായിട്ടാണ് അതിന്റെ കണക്ഷൻ. അഡ്രിനാലും നോറഡ്രിനാലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ എന്താണ്, ഇതിന്റെ ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയുന്നത് എന്തിന്, എക്സസീവ് ആയിട്ട് ഈ ഒരു അഡ്രിനാൽ നോറഡ്രിനാൽ അല്ലെങ്കിൽ വേറൊരു പേര് എപ്പിനെഫ്രിൻ നോറെപ്പിനെഫ്രിൻ സെക്രീറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഡിസീസാണ് ഫിയോക്രോമസൈറ്റോമ.
നമ്മൾ സ്ഥിരമായിട്ട് എക്സാംസിനൊക്കെ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫിയോക്രോമസൈറ്റോമ. അപ്പം അഡ്രിനാലിൻ നോറഡ്രിനാലിൻ ഹൈപ്പർ ആയിട്ട് സെക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ലീഡ്സ് ടു ഫിയോക്രോമസൈറ്റോമ. അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? BP ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈപ്പർ BP-യുടെ അളവ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും പേഷ്യൻറ്റിന് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ നോക്കാം. ഇപ്പം ജസ്റ്റ് ഡിസീസ് കണ്ടീഷൻ മനസ്സിലാക്കി വെക്കുക. ഫിയോക്രോമസൈറ്റോമ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ്റെ അളവ് ഹൈപ്പർ ആവുമ്പോഴാണ്. അത് ഏതിനെയാണ്? അഡ്രിനാൽ മെഡുല്ലയാണ് ബാധിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനിങ് നോക്കാം. തൈറോയിഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട 3 ഹോർമോൺസ് ആണ്. ഒന്നാമത് തൈറോക്സിൻ, ട്രൈ അയഡോതൈറോണിൻ, തൈറോകാൽസിറ്റോൺ. ഈ 3 ഹോർമോൺസ് ആണ് പ്രധാനമായിട്ടും തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഹൈപ്പോസെക്രീഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ കുറയുകയാണെങ്കിൽ അത് ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം. ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഡിസീസാണ് അല്ലെ, ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു സിംറ്റമാണ് എന്ത്? മിക്സെഡിമ. അഡൽട്ടില് കാണപ്പെടുന്ന ഒരു സംഭവമാണ് മിക്സെഡിമ. അതൊരു സിവിയർ കണ്ടീഷൻ ആകുമ്പോൾ മിക്സെഡിമ കോമയിലോട്ട് പോകുന്നുണ്ട്. അതൊരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ് മിക്സെഡിമ. മിക്സെഡിമയിലും ജനറലൈസ്ഡ് ആയിട്ടുള്ള എഡിമയാണ് കാണപ്പെടുന്നത്. പിന്നെ അതല്ലാതെ തന്നെ മെറ്റബോളിക് ഡിഫക്ട്സും ഒക്കെ പേഷ്യന്റിന് കാണാറുണ്ട്. ഇത് ഹൈപ്പോസെക്രീഷൻ, തൈറോയിഡ് ഗ്ലാൻഡ് അളവ് കുറയുമ്പോൾ, സെക്രീഷൻസിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം, മിക്സെഡിമ കോമ. ഇനി ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ അത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകും. ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിക് ഫംഗ്ഷൻ ആണുള്ളത് അല്ലെ, മെറ്റബോളിസത്തിനെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഹോർമോണിന്റെ അളവ് കൂടുന്നു, അതിന്റെ ഫലമായിട്ട് മെറ്റബോളിസത്തിന്റെ അളവ് കൂടുന്നു. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, ഫെറ്റീഗ്, വീക്ക്നെസ്, ഇങ്ങനെയൊക്കെയുള്ള ജനറൽ സിംറ്റംസ് എല്ലാം പേഷ്യന്റിന് പ്രസന്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഗ്രേവ്സ് ഡിസീസ് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. ഏത് സന്ദർഭത്തിലാണ് ഗ്രേവ്സ് ഡിസീസ് കാണപ്പെടുന്നത്? ഹൈപ്പർ തൈറോയിഡിസത്തിലാണ്. മിക്സെഡിമ കോമ എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനിലും, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിലാണ്. തൈറോയിഡിന്റെ അളവ് കൂടുന്ന സമയത്താണ് ഗ്രേവ്സ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് ടോക്സിക് ഡിഫ്യൂസ് ഗോയിറ്റർ. നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് ഗ്രേവ്സ് ഡിസീസിലാണ്. ടോക്സിക് ഡിഫ്യൂസ് ഗോയിറ്റർ. അപ്പോൾ തൈറോയിഡിന്റെ അളവ് ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിലാണ് ഗ്രേവ്സ് ഡിസീസും കാണപ്പെടുന്നത്. ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ് ടോക്സിക് ഡിഫ്യൂസ് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥ കാണപ്പെടുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിലാണ്. തൈറോടോക്സിക്കോസിസ്, അതായത് ഈ ഒരു കണ്ടീഷൻ സിവിയർ ആവുമ്പോൾ തൈറോടോക്സിക്കോസിസ്, അതൊരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്ന ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനാണ് തൈറോടോക്സിക്കോസിസ്. നമ്മളിതിൻ്റെ ഒരു സർജിക്കൽ മാനേജ്മെന്റ് ആയിട്ട് തൈറോയിഡെക്ടമി ആണ് ചെയ്യുന്നത്. അതായത് തൈറോയിഡ് ഗ്ലാൻഡിനെ എൻ്റയർ ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് അറ്റ് ലാസ്റ്റ് ഒരു സർജിക്കൽ മാനേജ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹൈപ്പർ സെക്രീഷൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻറ്റിന് എന്ത് ചെയ്യുന്നു, സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത്, ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ അത് കണ്ടന്റ് എന്ത് ചെയ്യുന്നു, തൈറോയിഡ് ഹോർമോണിന്റെ ബാലൻസ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു, മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട്. ഹൈപ്പർ കണ്ടീഷൻ ആണെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റിലൊന്നും പറ്റുന്നുണ്ടാവുന്നില്ല എങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ റിസെക്ഷൻ, അതായത് തൈറോയിഡെക്ടമിയാണ് ചെയ്യുന്നത്. ഇനി ഹൈപ്പോതൈറോയിഡിസത്തിൽ പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് സൈനാണ് എക്സോഫ്താൽമസ്. എക്സോഫ്താൽമസ് അത് സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടുവരുന്നതാണ്. എക്സോഫ്താൽമസ്, എക്സോഫ്താൽമസ് അതായത് കണ്ണുകൾ പുറത്തോട്ട് തള്ളി വരുന്ന അവസ്ഥ, എക്സോഫ്താൽമസ്. അതും ഹൈപ്പോതൈറോയിഡിസത്തിലെ ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. പിന്നെ തൈറോടോക്സിക്കോസിസ് പോലെ തന്നെ തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. തൈറോയിഡ് സ്റ്റോം അതും ഒരു ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനാണ്. ഇതുപോലെ തൈറോയിഡ് ഹോർമോണിന്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം, ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്നു.
നമ്മൾ തൈറോയിഡക്ടമിയാണ് ഒരു സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് തൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റി പറയാനുള്ളത്. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിന്റെ അളവ് കുറയുന്ന കണ്ടീഷനിൽ മിക്സഡിമയും എക്സോഫാൽമസുമാണ് സിംറ്റംസ് കാണിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്, ഗോയിറ്റർ, തൈറോടോക്സിക്കോസിസ്, തൈറോയിഡിസ്റ്റോം ഒക്കെ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയുക. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അതായത് തൈറോയിഡ് ഗ്ലാൻഡിനെ തന്നെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ചെറിയ ചെറിയ ഗ്ലാൻഡ്സ് ആണ് എന്ത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഹോർമോണാണ് പാരാതെർമോൺ. ഒരു ഹോർമോണാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്, പാരാതെർമോൺ. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ കാൽസ്യം റെഗുലേഷൻ ആണ്. കാൽസ്യം ബോഡിയിലെ എന്താണ് കാൽസ്യം റെഗുലേഷൻ ആണ്. മെറ്റബോളിസം ആൻഡ് എന്താണ് റെഗുലേഷൻ ഓഫ് കാൽസ്യം ആണ് പാരാതെർമോണിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏത് കാൽസിറ്റോൺ, തൈറോയിഡ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനുമായിട്ട് കമ്പൈൻ ചെയ്താണ് പാരാതെർമോൺ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് ഹൈപ്പോ പാരാതൈറോയിഡിസം. പാരാതെർമോൺ ഹോർമോണിന്റെ അളവ് കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോ പാരാതൈറോയിഡിസം. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ ഡിപ്ലീഷൻ ആണ്. ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പോകാൽസീമിയ ആൻഡ് ഹൈപ്പർഫോസ്ഫറ്റീമിയ. ഹൈപ്പർഫോസ്ഫറ്റീമിയ. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ കാണപ്പെടുന്നത്. ഒന്ന് ഹൈപ്പോ കാൽസീമിയ, കാൽസ്യത്തിന്റെ അളവ് കുറയുന്നു. പാരാതെർമോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽസിറ്റോണിനോട് കമ്പൈൻ ചെയ്ത് കാൽസ്യം റെഗുലേഷനുമായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈപ്പോ കാൽസീമിയ ഉണ്ടാകുന്നു. കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഫോസ്ഫറസിന്റെ അളവ് കൂടുന്നു. അങ്ങനെ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉണ്ടാകുന്നു. ഈ രണ്ട് കണ്ടീഷനുമാണ് ഈ പാരാതെർമോണിന്റെ ഡെഫിഷ്യൻസിയിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഹൈപ്പോ കാൽസീമിയ കണ്ടീഷനിൽ രണ്ട് സൈൻ കൂടി നമ്മൾ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ രണ്ട് സൈൻ കാണിക്കാറുണ്ട് അല്ലെ ബോഡി, ട്രൗസിയസ് സൈൻ ആൻഡ് ചോസ്കി സൈൻ. അപ്പോൾ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന നോർമലായിട്ട് കാണപ്പെടുന്ന രണ്ട് സൈൻസും ഈ ഒരു ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൽ പേഷ്യന്റിനെ കാണാൻ പറ്റും, ട്രൗസിയസ് സൈൻ ആൻഡ് ചോസ്കി സൈൻ. നെക്സ്റ്റ് ഒരു എൻഡോക്രൈൻ ഓർഗനാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് എൻഡോക്രൈൻ ഫംഗ്ഷൻ മാത്രമല്ല എക്സോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്. നമ്മൾ അതിന്റെ എൻഡോക്രൈൻ പാർട്ടിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എൻഡോക്രൈൻ പാർട്ട് എന്ന് പറയുമ്പോൾ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് അല്ലെ, ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് അതല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് എൻഡോക്രൈൻ പാർട്ട്. ഏതൊക്കെയാണ് അതിന്റെ സെക്രീഷൻസ്? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെയും മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻസുലിൻ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റും അതിന്റെ മെറ്റബോളിസത്തിനുമാണ് ഈ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ സഹായിക്കുന്നത്. ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ബോഡിയിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നു. എന്നാൽ ഗ്ലൂക്കഗോൺ ആയിക്കോട്ടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ വാരിയസ് കെമിക്കൽസ് റിയാക്ഷൻസിലൂടെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇൻസുലിന്റെ ഡെഫിഷ്യൻസി നമുക്കറിയാം, ഉണ്ടാക്കുന്ന ഡിസീസ് കണ്ടീഷനാണ് ഡയബറ്റിക് മെലിറ്റസ്. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ കണ്ടീഷനുകളിലൊക്കെ പഠിക്കും അല്ലേ. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേക്ക്. ഇൻസുലിന്റെ രണ്ട് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഡിസീസ് ആണ് ഡയബറ്റിക് മെലിറ്റസ് ആൻഡ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഇനി അവസാനമായിട്ട് നമുക്ക് ഓവറീസും ടെസ്റ്റിസും നോക്കാം. ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓവറിയിൽ വന്ന് ആക്ട് ചെയ്യുന്നു. അതിന്റെ കാരണത്താൽ ഓവറിയിൽ നിന്ന് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും റിലീസ് ചെയ്യുന്നു. അത് ഫീമെയിൽസിലാണ് ഈ ഒരു മെക്കാനിസം നടക്കുന്നത്. ഇനി അത് മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസിലാണ് ആക്ട് ചെയ്യുന്നത്. ടെസ്റ്റിസിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ഇത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിന് പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനൊക്കെയാണ് ഈ ഹോർമോൺസ് സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറീസിലും ടെസ്റ്റിസിലും നിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവരുടെ സെക്രിയേഷൻസും ഡെഫിഷ്യൻസിയിൽ നിന്നോ ഹൈപ്പർ സെക്രീഷൻസ് കൊണ്ടോ ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻസും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.